രാജസ്ഥാനിലെ പ്രധാന നഗരങ്ങളായ ജയ്പൂരും അജ്മീറും ജോധ്പൂരും എല്ലാം കണ്ട് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് സിറ്റി ഓഫ് ലേക്സ് എന്നറിയപ്പെടുന്ന ഉദയ്പൂരിലാണ്. ഉദയ്പൂരിൻ്റെ കാഴ്ചകളടങ്ങിയ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഉദയ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിറ്റി പാലസിലോട്ടാണ്. ഉദയ്പൂരിലെ പ്രധാന കാഴ്ചകളായ സിറ്റി പാലസും താജ് ലേക്ക് പാലസും ജഗ്മന്ദിർ പാലസും എല്ലാം ഒരിടത്ത് തന്നെയാണ്. അങ്ങനെ സിറ്റി പാലസിൻ്റെ ഗേറ്റിൽ നിന്ന് സിറ്റി പാലസിലോട്ടും ജഗ്മന്ദിർ പാലസിലോട്ടുള്ള ബോട്ടിങ്ങിനുള്ള ടിക്കറ്റും എടുത്ത് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേവാർ രാജവംശത്തിലെ നിരവധി ഭരണാധികാരികളുടെ സംഭാവനകൾ ഉപയോഗിച്ച് ഏകദേശം 400 വർഷത്തിനിടയിലാണ് സിറ്റി പാലസ് നിർമ്മിച്ചത്. സിറ്റി പാലസിലോട്ട് നടന്നു പോകുമ്പോൾ തന്നെ പിച്ചോള തടാകത്തിന് നടുവിൽ മനോഹരമായ താജ് ലേക്ക് പാലസ് കാണാം. 83 മുറികളും സ്യൂട്ടുകളും വെള്ള നിറത്തിലുള്ള മാർബിൾ ചുമരുകൾ കൊണ്ട് നിർമ്മിച്ച ആഡംബരമായ ഒരു ഹോട്ടലാണ് താജ് ലേക്ക് പാലസ്. മുമ്പ് ജഗ്നിവാസ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിച്ചോള തടാകത്തിൻ്റെ കിഴക്കൻ തീരത്താണ് സിറ്റി പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെറു കൊട്ടാരങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. സിറ്റി പാലസിനകത്തെ കാഴ്ചകൾ ഞാൻ പകർത്തിയിട്ടില്ല. പകരം സിറ്റി പാലസിന് പുറമേയുള്ള കാഴ്ചകൾ കണ്ട് ഞാൻ ജഗ്മന്ദിറിലേക്കുള്ള ബോട്ടിങ്ങിനടുത്തേക്ക് നടന്നു. പിച്ചോള തടാകത്തിന് ചുറ്റും ഒരുപാട് ബോട്ട് സർവീസുകൾ ഉണ്ടെങ്കിലും സിറ്റി പാലസിൻ്റെ അടുത്തുനിന്ന് ഉള്ള ബോട്ട് സർവീസ് എടുത്തു കഴിഞ്ഞാലേ ജഗ്മന്ദിർ പാലസിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ലേക്ക് പിച്ചോള എന്നറിയപ്പെടുന്ന ഈ കൃത്രിമ തടാകത്തിലൂടെയുള്ള ബോട്ടിങ്ങിലൂടെ സിറ്റി പാലസിൻ്റെയും താജ് ലേക്ക് പാലസിൻ്റെയും തടാകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറുകെട്ടിടങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ കാണാം. ഈ ബോട്ടിങ്ങിലൂടെ ചെന്നിറങ്ങുന്നത് ചെറിയൊരു ദ്വീപിലോട്ടാണ്. ഈ ദ്വീപിൽ ജഗ്മന്ദിർ പാലസ് എന്നറിയപ്പെടുന്ന ഒരു ചെറു കൊട്ടാരവുമുണ്ട്. ബോട്ടിലൂടെ പോകുമ്പോൾ താജ് ലേക്ക് പാലസിൻ്റെ പുറമേയുള്ള കാഴ്ചയും ചൈനീസ് മോഡലിൽ നിർമ്മിച്ച ഒരു ബോട്ടും കാണാം. താജ് ലേക്ക് പാലസിൽ ഒരു രാത്രി താമസിക്കാൻ 40,000 മുതലാണ് റൂമുകൾക്ക് ചാർജ് വരുന്നത്. പിച്ചോള തടാകത്തിന് നടുവിലായുള്ള ഈ മനോഹരമായ നിർമ്മിതി ലോകത്തിൽ തന്നെ ഏറ്റവും റൊമാൻറ്റിക്കായ ഹോട്ടലുകളിൽ ഒന്നാണ്. തടാകത്തിലെ ഒരു ദ്വീപിൽ പണിത കൊട്ടാരമാണ് ജഗ്മന്ദിർ. ഇതിനെ ലേക്ക് ഗാർഡൻ പാലസ് എന്നും വിളിക്കുന്നുണ്ട്.
മേവാർ രാജ്യത്തിലെ സിസോദിയ രജപുത്രയിലെ 3 രാജാക്കന്മാരാണ് ഇത് നിർമ്മിച്ചത്. കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1551 മഹാറാണ അമർ സിംഗ് ആരംഭിച്ചു. മഹാറാണ കരൺ സിംഗ് തുടർന്നു. ഒടുവിൽ മഹാറാണ ജഗത് സിംഗ് ഒന്നാമൻ പൂർത്തിയാക്കി. മഹാറാണ ജഗത് സിംഗിൻ്റെ ബഹുമാനാർത്ഥം ജഗത് മന്ദിർ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. രാജകുടുംബം ജഗ് മന്ദിർ വേനൽക്കാല റിസോർട്ടായും പാർട്ടികൾ നടത്താനുള്ള ആനന്ദ കൊട്ടാരമായി ഉപയോഗിച്ചിരുന്നു. ഇന്നും രാജകുടുംബത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള ജഗ് മന്ദിർ വിവാഹ ചടങ്ങുകൾ പോലുള്ള പാർട്ടികൾ നടത്താൻ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ജഗ് മന്ദിറിൽ വെച്ച് നടന്ന പാർട്ടി കഴിഞ്ഞു പോകുന്ന പണികളും ഇവിടെ കാണാം. ജഗ് മന്ദിറിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കയറി. കോട്ടകളും കൊട്ടാരങ്ങളും മനോഹരമായ കാഴ്ചകളും അടങ്ങിയ രാജസ്ഥാൻ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. വ്യത്യസ്തമായ കാഴ്ചകളും മറ്റു യാത്രാവിശേഷവും അടങ്ങിയ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഉദയ്പൂർ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. തുടർന്നുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരേക്കും ഇറ്റ്സ് മീ ആദിൽ ഷാ സൈനിങ് ഔട്ട്.